ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ജപ്പാൻകാരുടെ ആരോഗ്യ രഹസ്യങ്ങളെക്കുറിച്ച് പറയാനായിട്ടാണ്. നമ്മളിപ്പോൾ എപ്പോഴും ഈ സോഷ്യൽ മീഡിയാസിലൊക്കെ കാണുന്നതാണല്ലേ, ജപ്പാൻകാരുടെ ലൈഫ് സ്റ്റൈൽ പിന്തുടരണം, അവരുടെ ആ ഒരു കൾച്ചറൊക്കെ പിന്തുടരണം, അവരുടെ ആ ഒരു ആഹാര രീതികളൊക്കെ പിന്തുടരണം എന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയാസിൽ കാണുന്നതാണ്. എന്താണ് ഇത്രയധികം അവർക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ. ജപ്പാൻകാരുടെ ആരോഗ്യ രഹസ്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ലോകത്ത് അമിതവണ്ണം കുറവുള്ള രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ. അവർ അമിതമായ ഡയറ്റുകളൊന്നും ഫോളോ ചെയ്യാറില്ല. അവർ ജിമ്മിൽ പോകാതെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അവർ ദിവസവും കുറച്ച് നല്ല ശീലങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. അവർക്കിഷ്ടപ്പെട്ട ഫുഡെല്ലാം കഴിക്കുന്നുമുണ്ട്. ജങ്ക് ഫുഡ്സ് ആയിക്കോട്ടെ, എല്ലാ ഫുഡും അവർ കഴിക്കുന്നുണ്ട്. എന്നാൽ അത് മിതമായ രീതിയിൽ മാത്രമേ കഴിക്കുന്നുള്ളൂ. അവർ ഒരിക്കലും വയറു നിറച്ച് ഭക്ഷണം കഴിക്കാറില്ല. വയറിൻ്റെ 80% മാത്രമാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അവരുടെ ഒരു ശീലമാണ് ഹരഹാച്ചിബു എന്നത്. എന്നാൽ നമ്മളോ ഫുൾ പ്ലേറ്റിലുള്ള ഫുഡും കഴിക്കുന്നു. ശരീരത്തിന് വേണ്ടത് മാത്രം കഴിക്കുകയാണോ ചെയ്യുന്നത്? നമ്മൾ അധികം ഭക്ഷണം കഴിക്കുന്നു. അവരെന്നാൽ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രമാണ് കഴിക്കുന്നത്. അതാണ് അവർക്ക് അമിതവണ്ണമൊന്നും ഇല്ലാത്തത്. അവർ ഫുഡ് കഴിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കി മൈൻഡ്ഫുൾനെസ് ആയിട്ടാണ്, അല്ലാതെ ഫോൺ നോക്കിക്കൊണ്ടോ TV കണ്ടിട്ടോ അല്ല. അതുകൊണ്ട് തന്നെ ഫുഡ് മനസ്സറിഞ്ഞ് കഴിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ദഹനം പ്രോപ്പറായി നടക്കുകയും ചെയ്യുന്നു. വളരെ സ്പീഡ് കുറച്ചാണ് അവർ ഫുഡ് കഴിക്കുന്നത്. അതുപോലെ തന്നെ അവർ ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു സൂപ്പ് ഉൾപ്പെടുത്തുന്നു. അത് വെജ് സൂപ്പോ നോൺ വെജ് സൂപ്പോ ആകാം. അതിനാൽ വിശന്നിരിക്കുമ്പോൾ ഒരുപാട് ഫുഡ് കഴിക്കേണ്ടി വരുന്നില്ല. ജപ്പാനീസ് റെസ്റ്റോറൻറ്റുകളിൽ പോയാൽ അവർ ആദ്യം വിളമ്പുന്നത് സൂപ്പാണ്. അതിനുശേഷമേ മെയിൻ കോഴ്സായിട്ടുള്ള ഫുഡ് വിളമ്പാറുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദഹനം എളുപ്പമാകുന്നു. ചെറിയ ഹോട്ട് വാട്ടർ കുടിക്കുന്നത് കൊണ്ടും ഫുഡ് കഴിക്കുന്നത് തുടങ്ങുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ജപ്പാൻകാർ ഫുഡ് കഴിക്കുന്നത് ചെറിയ പ്ലേറ്റുകളിലാണ്. അവർ വീണ്ടും അധികം ഫുഡ് എടുക്കാതെ ചെറിയ പ്ലേറ്റിലുള്ള ഫുഡ് മാത്രമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് പൊണ്ണത്തടിയും കുടവയറും ഒഴിവാകുന്നു. ഇത് ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കുകയും ചെയ്യുന്നു. അവർ ആഹാരം കഴിക്കാനായിട്ട് ചെറിയ പാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ജപ്പാൻകാർ ഫുഡ് കഴിക്കുന്നത് ആസ്വദിച്ചാണ് കഴിക്കുന്നത്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ കാണാറില്ല. എന്നാൽ അവർ ഫോണെല്ലാം മാറ്റിവെച്ച ശേഷം ഫുഡ് ആസ്വദിച്ച് കഴിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ജപ്പാൻകാർ ജങ്ക് ഫുഡ്സ് എല്ലാം ഒഴിവാക്കുന്നു. അവർ കൂടുതലും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ്, സോയ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നു. അവർ ആരോഗ്യകരമായിട്ടുള്ളൊരു ഫുഡാണ് എടുക്കാൻ ശ്രദ്ധിക്കുന്നത്. നമ്മളെപ്പോലെ തന്നെയാണ് അവർ ഫുഡ് കഴിക്കുന്നതെങ്കിൽ അവർക്ക് വലിയ പൊണ്ണത്തടികൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അവർ അതുപോലെ തന്നെ കോളകൾ, ഷുഗർ അടങ്ങിയ മറ്റ് സോഫ്റ്റ് ഡ്രിങ്കുകളും എല്ലാം ഒഴിവാക്കുന്നു. അതിന് പകരമായിട്ട് അവർ ഗ്രീൻ ടീ ആണ് യൂസ് ചെയ്യാറുള്ളത്. മെഡിസിനൽ വാല്യൂ ഉള്ള ഡ്രിങ്ക് എടുക്കാനായിട്ടാണ് അവർ ശ്രദ്ധിക്കാറുള്ളത്. ജപ്പാനിലെ ആളുകൾ നല്ല ശീലങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത് കൊണ്ടാണ് അവർ എപ്പോഴും ഹാപ്പിയായും ഹെൽത്തിയായും ഇരിക്കുന്നത്. ഇത് ഓരോന്നും ശീലമാക്കുന്നതിലൂടെ ജപ്പാൻകാർക്ക് ജിമ്മിൽ പോയി വലിയ വർക്കൗട്ടുകൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജപ്പാൻകാരുടെ ഈ ശീലങ്ങൾ നമുക്കും ഫോളോ ചെയ്യുന്നതാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നതാണ്. അപ്പോൾ ജപ്പാൻകാരുടെ ജീവിത രീതികളെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും റിക്വസ്റ്റ് ചെയ്യാണ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.